നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിൻറ്റ്സ് 2, 1, 3 ആൻഡ് -2, 4, 1 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം എയും ബിയും പോയിൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ R is equal to A plus lambda into B minus A ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എ ആയിട്ട് അവർ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2, 1, 3 എന്ന് പറഞ്ഞ പോയിൻ്റാണ്. ദിസ് ഇസ് 2, 1, 3 എന്ന് പറഞ്ഞ പോയിൻറ്റ്. മറ്റേ ബി ആയിട്ട് അവർ തന്നിരിക്കുന്ന പോയിൻറ്റ് -2, 4, 1 ആണ്. അപ്പോൾ R is equal to 2i plus j plus 3k plus lambda times B minus A. അപ്പോൾ -4i plus 3j -2k. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കുക. 2i plus j plus 3k, lambda into -4i plus 3j -2k. സിമ്പിൾ ക്വസ്റ്റ്യൻ, സ്ട്രേറ്റ് ഫോർവേഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ബാഗ് കണ്ടെയ്ൻസ് 5 yellow, 3 green, 2 blue and 7 white balls. 4 balls are chosen at random. Probability that none of them are white. ഓക്കെ, അഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ബാഗിൽ 5 യെല്ലോ ഉണ്ട്, അതുപോലെ തന്നെ 3 ഗ്രീൻ ഉണ്ട്, അതുപോലെ തന്നെ 2 ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ 7 വൈറ്റ് ബോൾസ് ഉണ്ട്. 5 യെല്ലോ, 3 ഗ്രീൻ, 2 ബ്ലൂ, 7 വൈറ്റ്. ഓക്കെ, 5 യെല്ലോ, 3 ഗ്രീൻ, 2 ബ്ലൂ, 7 വൈറ്റ് ബോൾസ് ഉണ്ട്. 4 balls are chosen at random. Probability that none of them are white. 4 എണ്ണം ചോസൺ അറ്റ് റാൻഡം, നൺ ഓഫ് ദം ആർ വൈറ്റ്. അപ്പോൾ വൈറ്റ് അല്ലാത്തതിൽ നിന്നാണ് ഇത്. ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? ടോട്ടൽ 5, 8, 10, 17 ഉണ്ട്. ഇനി വൈറ്റ് അല്ലാത്തതിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. എന്താ വൈറ്റ് അല്ലാത്തത് എത്രയും നോക്കാം. 10 ബോൾസ് ഉണ്ട് വൈറ്റ് അല്ലാത്തത്. ഓക്കെ, കാരണം നൺ ഓഫ് ദം ഇസ് വൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 balls are chosen, none of them are white. അപ്പോൾ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ വരാൻ പോണത് 17C4 ആണ്. ന്യൂമറേറ്റർ വരാൻ പോണതാ 10C4. കാരണം ഒന്നും വൈറ്റ് വരാൻ പാടില്ല. വൈറ്റ് അല്ലാത്തതിൽ നമ്മൾ ചൂസ് ചെയ്യുന്നു. 10C4 divided by 17C4. ഇത് കുറച്ച് പണിയുണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യണം. 10 into 9 into 8 into 7 divided by ഇവിടെ 10C4 അല്ലേ 4 factorial ഇപ്പോൾ ക്യാൻസലായി പോയിട്ട് അവിടെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 4 factorial എന്തായിപ്പോയി, ക്യാൻസലായിപ്പോയി. ഇവിടെ എന്താ വരാൻ പോണത് 17 into 16 into 15 into 14 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പണി ഇത്തിരി കൂടി എളുപ്പമാണ്. കുറച്ചൊക്കെ ക്യാൻസലായി പോയിട്ടുണ്ട്. 7 ഇവിടെ 14 എത്രയാണ്? 2 times ആണ്. പിന്നെ 8, 16 ഇവിടെ എത്രയാണ്? 2 times ആണ്. 15 and 10, 15ഉം 10 എന്ന് പറയുമ്പോൾ ഇവിടെ 2 times, ഇവിടെ 3 times ആണ്. പിന്നെ 3 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ 3 പോയത് 3 times ആണ്. പിന്നെ 2 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 3 divided by 34 എന്നാണ് ഫൈനലി ആൻസർ വരിക. 3 divided by 34 is the right answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An urn contains 25 marbles which are numbered from 1 to 25 and a marble is chosen at random 2 times with replacement. Probability that both times the marble has the same number is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി സെയിം നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രോബബിലിറ്റി ഫസ്റ്റത്തതും 1, സെക്കൻഡും 1, 1, 1 പ്ലസ് പ്രോബബിലിറ്റി ഫസ്റ്റത്തത് 2, സെക്കൻഡും 2. അങ്ങനെ പോയി പ്രോബബിലിറ്റി അവസാനം എന്തുവരെ നമ്പർ ചെയ്തിരിക്കുന്നത്? 25 വരെ. ഫസ്റ്റത്തതും 25, ലാസ്റ്റത്തതും 25. ഇങ്ങനെ പോവാം. പ്രോബബിലിറ്റി 1, 1 പ്ലസ് പ്രോബബിലിറ്റി 2, 2 അങ്ങനെ പോയി പ്രോബബിലിറ്റി 25, 25. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റും 1 വരണം, സെക്കൻഡും 1 വരണം എന്ന് പറഞ്ഞാൽ എന്താണത്? ഫസ്റ്റത്തത് 1/25 ആണ് പ്രോബബിലിറ്റി. പിന്നെയും 1 വരാൻ 1/25 പ്ലസ് അടുത്തത് എന്താണ്? ഫസ്റ്റത്തത് 2 വരാണെങ്കിൽ പ്രോബബിലിറ്റി 1 out of 25 ആണ്. 2 വരാനുള്ള പ്രോബബിലിറ്റി 1 out of 25. അങ്ങനെ പോയി 1/25 into 1/25. ഇത് എത്ര ടേംസ് ഉണ്ട്? 25 ടേംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 25 times 1/25 into 1/25 എന്ന് വരും. ദി ആൻസർ വിൽ ബി 1/25. അങ്ങനെ ആൻസർ ഉണ്ടോ നോക്കാം നമുക്ക്. യെസ്, 1/25 is the right answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A and B are two events such that probability of A is 0.2, probability of B is 0.55, probability of A intersection B is 0.1, probability of B intersection A complement is equal to എന്നാണ് ചോദ്യം. അപ്പോൾ ബുദ്ധിമുട്ടില്ല, നമുക്ക് നോക്കിക്കേ. നമുക്ക് ജസ്റ്റ് പടം ഒന്ന് ഫിഗർ വിഷ്വലൈസ് ചെയ്താൽ അത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇവർ പറയണത് പ്രകാരം പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്ന സാധനം എത്രയാ? 0.2 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്ന സാധനം പ്രോബബിലിറ്റി ഓഫ് ബി 0.55 ആണ്. ഇനി അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സാധനം
പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0.1 ആണ്. നമ്മുടെ അടുത്ത് ചോദിച്ചുള്ളത് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ബിയിലുണ്ട് പക്ഷേ എയിലില്ല എന്നുള്ള ഭാഗം. അതായത് ഇതാ ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് എന്നുള്ളത് ബിയിലുണ്ട് പക്ഷേ എയിലില്ല എന്ന് പറഞ്ഞ ഭാഗം. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ശരിയല്ലേ? ഈ മൊത്തം ഈ വട്ടത്തിൽ നിന്ന് നമ്മൾ ഇത്രയും ഭാഗം റിമൂവ് ചെയ്താൽ മതി. റൈറ്റ്? സോ പ്രോബബിലിറ്റി ഓഫ് ബി 0.55 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0.1. ആൻസർ 0.45 എന്ന് കിട്ടും. 0.45 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 dice are rolled. If A is the event that the sum of the numbers is 4, B is the event that at least one of the dice shows a 3, then probability of A given B is. അപ്പോൾ again സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫോർമുല കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു ഡൈ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ 2 ഡൈ ത്രോ ചെയ്യാൻ പോവാണ്. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെറ്റ് 1 1 1 2 അങ്ങനെ പോയി 1 6 വരെയും, പിന്നെ 2 1 2 2 അങ്ങനെ പോയി 2 6 വരെയും, ഇങ്ങനെ ഇത് പോയി 6 1 വരെയും, അങ്ങനെ 6 6 വരെയാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. പക്ഷേ ഇവിടെ എന്താണ്? ബി ഇസ് ദ ഇവൻറ്റ് ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഡൈ ഷോസ് 3 എന്നാണ് പറയണത്. അപ്പോൾ ബി നമുക്ക് എഴുതാം, ഒരെണ്ണമെങ്കിലും 3 വരണം. അപ്പോൾ 1 3 വന്നു, 2 3 വന്നു, 3 3 വന്നു, 4 3 വന്നു, 5 3 വന്നു, 6 3 വന്നു, പിന്നെന്താണ് 3 1 വരാം, 3 2 വരാം, 3 4 വരാം, 3 5 വരാം, 3 6 വരാം. അപ്പോൾ അങ്ങനത്തെ എത്ര ഉണ്ട്? 2 4 6 11 ഉണ്ട്. അപ്പോൾ ഇത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എന്താണ്? ഗിവൺ ദാറ്റ് ബി ഹാസ് ഹാപ്പൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എ? അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പുതിയ സാമ്പിൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് ഗിവൺ ദാറ്റ് ബി ഹാസ് ഹാപ്പൻഡ്, നമ്മളിപ്പോൾ ഇനി എന്തിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി? ഇതാണ് നമ്മുടെ പുതിയ സാമ്പിൾ സ്പേസ്. ഇതിൽ വെച്ചിട്ട് എന്താണ് പറയണത്? എ ഈസ് ദ ഈവൻ ദാറ്റ് സം ഓഫ് ദ നമ്പേഴ്സ് ഇസ് 4. സം ഓഫ് നമ്പേഴ്സ് 4 വരുന്ന കേസ് എത്രയെന്ന് നോക്കാം. ഇവിടെ ഒരു 4 വരുന്ന കേസ് ഉണ്ട്, ഇവിടെ ഒരു 4 വരുന്ന കേസ് ഉണ്ട്. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് മനസ്സിലായി, വളരെ സിമ്പിളാണ്. 2 out of 11 ആണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്ന സാധനം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് സാമ്പിൾ സ്പേസ് എഴുതി നമ്മൾ ആൻസർ പറഞ്ഞു. ഓക്കെ, എക്ക് കറസ്പോണ്ടിങ് ആയുള്ള സാധനമാണ് നമ്മളിത് കളർ അടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Assume that n distinct values x1, x2, xn occur with frequencies f1, f2 up to fn respectively. X bar is equal to 7, sigma fi xi is equal to 315 and sigma fi is equal to. അത് ജസ്റ്റ് എന്താണ്? എക്സ് ബാറിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിക്കുക. അതെന്താണ്? സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ ആണ് നമ്മുടെ എക്സ് ബാറിൻ്റെ ഡെഫിനേഷൻ. എക്സ് ബാർ ഇസ് ഈക്വൽ ടു 7 ആണ്. സിഗ്മ എഫ് ഐ എക്സ് ഐ തന്നിരിക്കുന്നത് 315 ആണ്. ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ എന്ന് വരും. അപ്പോൾ ഇതിൽ നമുക്ക് സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞ സാധനം 315 ഡിവൈഡഡ് ബൈ 7 എന്ന് വരും. അപ്പോൾ 4 പിന്നെ 35 45 ആണ് കറക്റ്റ് ആൻസർ. ഒരു ബുദ്ധിമുട്ടുമില്ല. 45 ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ വേരിയൻസ് ഓഫ് ദ ഡേറ്റ x1 x2 അപ് ടു x50 വിത്ത് സിഗ്മ എക്സ് ഐ തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് ഐ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ വേരിയൻസിനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? മോസമാണ്. മോസം, MOS മൈനസ് SOM, മീൻ ഓഫ് ദ സ്ക്വയർസ് മൈനസ് സ്ക്വയർ ദ മീൻ. അപ്പോൾ സിഗ്മ എക്സ് ഐ സ്ക്വയർ ഡിവൈഡ് ബൈ n മൈനസ് സിഗ്മ എക്സ് ഐ ബൈ n ദി ഹോൾ സ്ക്വയർ ആണ് മോസം. സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞത് എത്രയത്? 10,000 ഡിവൈഡഡ് ബൈ n എത്രയാ? 50 മൈനസ് സിഗ്മ എക്സ് ഐ എന്ന് പറഞ്ഞാൽ 650 ഡിവൈഡഡ് ബൈ n എത്രയാ? 50 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 10,000 ബൈ 50 എത്ര? 200 മൈനസ് ഇവിടെ എത്ര വരാൻ പോണത്? 13ൻ്റെ സ്ക്വയർ. അപ്പോൾ 200 മൈനസ് 169, ദിസ് ഇസ് 31 ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ വിത്ത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 6, വേരിയൻസ് ഓഫ് എക്സ് 3, ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്നതാണ് ചോദ്യം. അഗെയിൻ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. നമ്മൾ എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അതേ മോശം റിസൾട്ട് തന്നെയാണ് കേട്ടോ. മീൻ ഓഫ് ദ സ്ക്വയർസ് മൈനസ് സ്ക്വയർ ഓഫ് ദ മീൻ ഉണ്ടല്ലോ, അതേ കാര്യം തന്നെയാണ് ഇവിടെ റാൻഡം വേരിയബിളിൻ്റെ ടേംസിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ദ ഹോൾ സ്ക്വയർഡ്. അപ്പോൾ വേരിയൻസ് തന്നിരിക്കുന്നത് 3 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എത്രയെന്ന് അറിയില്ല. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞത് 6 സ്ക്വയർ വരും. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞത്
3 + 36 39 എന്ന് വരും. 39 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Let f of x is equal to 4x plus 3 divided by x plus 2. Then the value of f inverse of minus 2 is equal to എന്നതാണ് ചോദ്യം. അഗൈൻ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x plus 3 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 എന്നാണ് സംഭവം. ഓക്കെ, ഇനി നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് മൈനസ് 2, ഇതിനെ നമ്മൾ സേ എക്സ് എന്ന് വിളിച്ചാൽ -2 വിൽ ബി എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏത് വാല്യൂ ഓഫ് എക്സിനാണ് എഫ് ഇൻവേഴ്സ് ഓഫ് -2? എഫ് ഇൻവേഴ്സ് ഓഫ് -2നെ എക്സ് എന്ന് വിളിച്ചാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -2 ആവണം. ഓക്കെ, അപ്പോൾ ഏത് വാല്യൂ ഓഫ് എക്സിനാണ് ഫംഗ്ഷൻ വാല്യൂ -2 വരുന്നതെന്നാണ് ചോദ്യം. അപ്പം -2 ഇസ് ഈക്വൽ ടു 4x plus 3 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. -2x - 4 ഇസ് ഈക്വൽ ടു 4x plus 3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് 6x ഇസ് ഈക്വൽ ടു -7 കിട്ടും. അപ്പോൾ എക്സ് വാല്യൂ -7/6 എന്ന് കിട്ടും. -7/6 ആണ് നമ്മുടെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x, x ലെസ് ദാൻ 1, 5a - x, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇസ് കണ്ടിന്യൂസ് ഓൺ R, then the value of a is equal to. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. കാരണം ഇതിൽ എഫ് ഓഫ് എക്സ് അവർ തന്നിരിക്കുന്നത് ഈ ഫോർമാറ്റിലാണ്. 2x when x ലെസ് ദാൻ 1 പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കണ്ടിന്യൂറ്റി ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 1ലാണ് സംശയമുള്ളത്. കാരണം കണ്ടിന്യൂസ് ഓൺ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫോർ എവറി റിയൽ നമ്പർ. ഓക്കെ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ സംശയമുള്ള പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. ഇഫ് അറ്റ് ഓൾ ദർ ഇസ് എ പോസിബിൾ ഡിസ്കണ്ടിന്യൂറ്റി, അത് ഉണ്ടാകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 കാരണം എക്സ് ഇസ് ഈക്വൽ ടു 1ൻ്റെ ലെഫ്റ്റ് സൈഡിലതൊരു ജസ്റ്റ് ലീനിയർ ഫംഗ്ഷനാണ്. എക്സ് ഇസ് ഈക്വൽ ടു 1ൻ്റെ റൈറ്റ് സൈഡിലൊരു ലീനിയർ ഫംഗ്ഷനാണ്. ലീനിയർ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ്. ബട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1ൽ ഫംഗ്ഷൻ്റെ നേച്ചർ അബ്രപ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. So we have to check discontinuity only at that point, because if at all there is a discontinuity happening in this function, that will occur at x is equal to 1. So നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എഴുതാൻ പോവുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്ന സാധനം 2 എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ അത് 5a - 1 എന്ന് കിട്ടും. എഫ് ഓഫ് 1 എന്ന് പറയുന്ന സാധനം 5a - 1 ആണ്. ഇത് ഇക്വേറ്റ് ചെയ്യുക. 5a - 1 ഇസ് ഈക്വൽ ടു 2 ആണ്. a is equal to 3/5. ഇതാണ് നമ്മുടെ കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വാല്യൂ ദ ഫംഗ്ഷൻ എന്തായിരിക്കണം? സെയിം ആയിട്ട് വരണം. സോ ദി ആൻസർ ഇസ് 3/5.